ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. കാർത്തികയുടെ വിവാഹം മുടക്കാൻ എങ്ങനെയെങ്കിലും കച്ചകെട്ടി ഇറങ്ങുകയും തന്നെയാണ് ഗംഗ ചെയ്യുന്നത്. തനിക്ക് പുറകെ പോലീസും കിരണും ഗുണ്ടകളും മറ്റുള്ള എല്ലാവരും ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ മറ്റൊരു വേഷത്തിൽ അവനങ്ങനെ ഇവന്റെ വീട്ടിലേക്ക്, അതായത് കാർത്തികയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ദിലീപ് എന്ന് പറയുന്ന പയ്യന്റെ വീട്ടിലേക്ക് തന്നെ അവൻ എത്തിപ്പെടുകയാണ്. ഒരുപാട് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ആ വീടിനുണ്ട് എന്ന് പലപ്പോഴായി പലരും പറയുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് നിഷ്പ്രയാസം തന്നെയാണ് ഗംഗ ആ വീടിൻ്റെ അകത്തേക്ക് കടക്കുന്നത്. എല്ലാവരും പുറത്ത് പ്രോഗ്രാമും അതുപോലെ തന്നെ അടിച്ചു പൊളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പുറകിലൂടെ ഒരു അപ്പൂപ്പന്റെ വേഷത്തിലാണ് അവൻ അവിടെ വന്ന് പെടുന്നത്. ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും വെള്ള നേരിയതും അതുപോലെ തന്നെ താടി, വെള്ളത്താടി, വെള്ളമുടി, അങ്ങനെ ഒരു ശരിക്കും ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് അവൻ ആ അടുക്കള വാതിലൂടെ പയ്യെ പയ്യെ അവനകത്തേക്ക് കടക്കുന്നത്. എന്നിട്ട് എവിടെയും ഒളിച്ചിരിക്കാൻ അവന് പറ്റുന്നില്ല. വീട് നിറച്ച് ആൾക്കാരാണ്. എന്തായാലും അവൻ നേരെ പോകുന്നത് അവരുടെ ആ ഒരു മണിയറയിലേക്ക് തന്നെയാണ്. അങ്ങനെ ആ മണിയറയിൽ അവൻ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ദിലീപൊക്കെ കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ സന്തോഷം കണ്ടെത്തുകയും അവരുമായിട്ട് സൊറ പറഞ്ഞിരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്തും നമ്മുടെ ഇവൻ പറയുകയാണ്, അതെ ഈ എൻ്റെ പെണ്ണ് കാർത്തിക അവള് നല്ല സങ്കടത്തിൽ തന്നെയാണ്. അവൻ്റെ ഒരു ആങ്ങളയുണ്ടല്ലോ ഗംഗപ്രസാദ്, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരുപാട് ദ്രോഹങ്ങളാണ് ഒരുപാട് ആൾക്കാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവനെ ഭയന്നിരിക്കുകയാണ് എൻ്റെ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെ. അവൻ ഏതെങ്കിലും രൂപത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവൻ എത്തുമെങ്കിൽ എത്തട്ടെ, അവൻ കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ, പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ പെണ്ണിനെ കൈവിടില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ കാർത്തൂനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദിലീപ്. അങ്ങനെ അവരുടെ ആ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേ സമയത്ത് കാർത്തു വിളിക്കുന്നുണ്ട് ദിലീപിനെ. എന്നിട്ട് ദിലീപേട്ടാ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു കുഴപ്പവുമില്ല, അപ്പോൾ സൂക്ഷിക്കണം, ഇന്ന് കല്യാണത്തിന് ഇനി ദിവസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടും മിക്കവാറും. ഇവിടെ പ്രൊട്ടക്ഷനൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ എത്തിപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദിലീപിന്. അവൻ വരുന്നെങ്കിൽ വരട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല, എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദിലീപ് വീണ്ടും കാർത്തികയെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിലീപ് ആ ഒരു ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു അപ്പൂപ്പൻ്റെ വേഷത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരിക്കും. ആരാണെന്ന് ഈ പറയുന്ന ദിലീപിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പെട്ടെന്നാണ് അവൻ്റെ ആ ഒരു ഭാവം ഒക്കെ മാറുന്നത്. അവൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ദിലീപിന് നേരെ ചൂണ്ടുകയാണ്. പെട്ടെന്ന് ദിലീപ് ഒച്ചയെടുത്ത് പുറത്തേക്ക് ഓടുകയാണ്, വാതിൽ കുറ്റിയിട്ടിട്ട്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ കിരണിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. അങ്ങനെ കിരണും കൂട്ടരും, കിരണും വേലും ഒക്കെ അവിടേക്ക്, ബൈജുവും രതീഷും ഒക്കെ പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഓടിയെത്തുകയാണ് ആ സമയം കൊണ്ട് തന്നെ. അപ്പോൾ അവിടെ എത്തുമ്പോൾ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ് ഗംഗപ്രസാദും ഈ ദിലീപും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കയ്യാങ്കളിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലാണ് ദിലീപ് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. വാതിൽ തുറങ്ങുന്ന അവരകത്തേക്ക് നോക്കുകയാണ്. പക്ഷേ അവൻ ആ സമയം ഒളിച്ചിരിക്കുകയായിരിക്കും. ആ ഗ്യാപ്പിലൂടെ ഓടി രക്ഷപ്പെടാൻ തന്നെയാണ് ഗംഗ വിചാരിച്ചത്. പക്ഷേ കിരണിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഇനി അതുപോലെ തന്നെ വേലു, കിരണിന്റെ അതേ ശക്തി തന്നെയാണ് വേലുവിനുള്ളത്. അവനെ മർമ്മം നോക്കി കത്തിയെറിയാനും ഒരേ മർമ്മവിദ്യകൾ പ്രയോഗിച്ച് തളർത്തി കിടത്താനും അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ദിലീപും ഇതിൽ ആവുകയാണ്. അതിൽ എല്ലാവരും ചേർന്ന് നമ്മുടെ ഗംഗയെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു കയ്യും തന്നെ ആദ്യം വെട്ടിയെടുക്കുകയാണ്. കാരണം ഇനി രക്ഷപ്പെട്ടു കഴിഞ്ഞാലും അവൻ ഒരിക്കലും മര്യാദയ്ക്ക് നടന്നോ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ഈ കൈ തന്നെയാണ് ആദ്യം തന്നെ വെട്ടിയെടുക്കുന്നത്. വേലു തൻ്റെ മാമനെ കുത്തിയ ആ ഒരു കൈ തന്നെ വെട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാലും. അതിനുശേഷം കിരൺ പറയുന്നുണ്ട്, എടാ നിനക്ക് ഞങ്ങളൊരു സൗജന്യം തരികയാണ്, ഇനി ഈ ഒരു കാലും ഒരു കൈയും ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നീ ജീവിച്ചോ, പക്ഷേ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായി നീ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി നിന്റെ ജീവൻ തന്നെയായിരിക്കും എടുക്കുക. ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഒരു ജീവനും അത് വെറുതെ ഉള്ളതല്ല, അത് വെറുതെ ഒരാളും എടുക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിന്റെ ജീവൻ ഞാൻ എടുക്കാതെ നിന്നെ
പല രീതിയിൽ തല്ലിച്ചതച്ചിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയത്. ആ കാട്ടിലും എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അങ്ങനെയാണ്. നീ മരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നീ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് ഈ വേലുവിൻ്റെയും കാട്ടിലുള്ളവരുമൊക്കെയാണ്. എന്നിട്ടും നീ അവരുടെ മൂപ്പനെ നീ കുത്തിയിട്ടല്ലടാ പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ്. അങ്ങനെ ഗംഗയാണെങ്കിൽ ഒരു കൈയും കാലൊക്കെ നഷ്ടപ്പെട്ട് ഇനി അവനൊരു ഒന്നിനും പറ്റില്ല ഒരു അവസ്ഥയാകുന്നുണ്ട്. എന്തായാലും കാർത്തികയുടെ വിവാഹം നല്ല അടിപൊളിയായി തന്നെ നടത്തുന്നുണ്ട്. ഗംഗയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ, അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഇനി ഈ പറയുന്ന ഗംഗ കുറച്ച് നാളുകൾക്ക് കഴിയുമ്പോൾ കാർത്തികയുടെ അമ്മ ലക്ഷ്മി അമ്മയെയും തേടി എത്തുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവനെ സഹായിക്കാൻ ആരുമില്ല. അവൻ ഇങ്ങനെ അവസ്ഥയായതുകൊണ്ട് തന്നെ അവൻ്റെ വലിയ കേളി കേട്ട കൂട്ടുകാരന്മാരെല്ലാവരും തന്നെ അവനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി, എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ട, പക്ഷേ എനിക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് കാർത്തികയുടെയും ലക്ഷ്മി അമ്മയുടെയും കാൽക്കൽ വീണ് മാപ്പ് പറയുകയാണ് നമ്മുടെ ഗംഗ ചെയ്യുന്നത്. അങ്ങനെ അവൻ അവകാശപ്പെട്ട, അതായത് അവൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അത് അവനെ മനസ്സിലാക്കിയിട്ട് അത് പാതി അവൻ എഴുതി കൊടുക്കുകയാണ്. അവൻ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗംഗയെ തിരിച്ച് ജീവിതത്തിലേക്ക് ഒരു നല്ല മനുഷ്യനായി തന്നെ മാറ്റിയെടുക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ ശാരി ആയാലും സരയു, അതുപോലെ മനോഹർ, പ്രകാശൻ, അമ്മൂമ്മ, ഇവരൊക്കെ തന്നെ മാറിയ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ആദ്യം അവരുടെ സ്വഭാവമൊക്കെ വളരെ മോശമായിരുന്നാലും പിന്നീട് എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഗയുടെ മാറ്റം ഇങ്ങനെ ആവാനാണ് സാധ്യത. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ രാജപ്പൻ അണ്ണൻ്റെ അവസ്ഥ കണ്ടിട്ട് കല്യാണിക്കും കിരണിനും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. രാജപ്പനെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് ആരാണെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന വിക്രം അത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതിനുശേഷമാണല്ലോ അവൻ ജയിലിലോട്ട് പോയതും. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന രാജപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അവനെ ചികിത്സിച്ച് അവൻ്റെ അസുഖങ്ങൾ ഭേദമാക്കുകയും അവനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയും ചെയ്യുന്നുണ്ട്. അപ്പം മണി പോലെ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് വിക്രത്തിൻ്റെ കൂട്ടുകാരും വന്നിട്ട് രാത്രി തൻ്റെ തലക്കടിക്കുകയും ഷെൽഫിലുണ്ടായിരുന്ന പൈസ മുഴുവൻ എടുത്തുകൊണ്ട് പോയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രകാശന് പൈസ കൊടുത്ത കാര്യങ്ങളും പറയുകയാണ്. എന്തായാലും പ്രകാശന് കൊടുത്ത പൈസയൊക്കെ തന്നെ കല്യാണി തിരികെ കൊടുക്കുന്നുണ്ട്. രാജപ്പന് തിരികെയൊക്കെ കൊടുക്കുകയാണ്. അതുപോലെ രാജപ്പന് ആദ്യത്തെ ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. മനോഹറാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കാണുന്നുണ്ട്. തൻ്റെ ഒരു പ്രാവശ്യം കൂടിയും തൻ്റെ കുഞ്ഞിനെ ഏത് സാഹസികത്തിലൂടെയും അവൻ കുഞ്ഞിനെ കണ്ടിട്ട് തിരികെ ജയിലിലോട്ട് പോവുകയാണ്. വിക്രമാണെങ്കിൽ വിക്രത്തിൻ്റെ ശിക്ഷ കൂടി വരികയാണ്. ഇപ്പം ഈ പറയുന്ന രാജപ്പൻ്റെ കാര്യത്തിലായാലും അവനിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വിക്രത്തിൻ്റെ ഇത് കൂടുതലായി വരികയാണ്. എന്തായാലും എപ്പോഴെങ്കിലും അവൻ പരോളിൽ ഇറങ്ങുമ്പോൾ ആ പരോളിൽ ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് പ്രകാശൻ തന്നെയായിരിക്കും. ഇത്രയും വളർത്തി വഷളാക്കിയ സ്വന്തം മകനെ ജീവനെ പോലെ കണ്ടിരുന്ന പ്രകാശൻ തന്നെയായിരിക്കും വിക്രത്തിന്റെ മരണത്തിന് കാരണവും അവൻ തന്നെയായിരിക്കും. എന്തായാലും അങ്ങനെ നല്ലൊരു ഭാഗം തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.